ജാവ ഇൻസ്റ്റോളേഷനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ജെഡികെ ഇൻസ്റ്റോൾ ചെയ്യുന്നത്, എന്താണ് ജാവ, ജാവയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും, ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു വെർഷൻ 11.10, ജാവ ഡെവലപ്മെന്റ് എൻവൈറൻമെന്റ് ജെഡികെ 1.6. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. ലിനക്സിലെ ടെർമിനൽ, ടെക്സ്റ്റ് എഡിറ്റർ, സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എന്നിവ ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം. അതിനായി spoken-tutorial.orgൽ ലഭ്യമായ ലിനക്സ് സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ കാണുക. ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജെഡികെ ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഇൻസ്റ്റോൾ ചെയ്യണം. ജെഡികെയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. ഇപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ജെഡികെ ഇൻസ്റ്റോൾ ചെയ്യാം. ഇതിനായി റൂട്ട് പെർമിഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ ഒരു റിപ്പോസിറ്ററി തിരഞ്ഞെടുക്കുന്നതും അറിഞ്ഞിരിക്കണം. ഇവ മുൻപ് പറഞ്ഞ പോലെ ലിനക്സ് ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിന്റെ ഇടതു കോണിൽ ടാസ്ക് ബാർ കാണാം. മുകളിൽ ഡാഷ് ഹോമും കാണാം. ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ സിനാപ്റ്റിക് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ കാണാം. സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ക്ലിക്ക് ചെയ്യുക. ഓതന്റിക്കേഷനായി പാസ്വേർഡ് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനാൽ പാസ്വേർഡ് ടൈപ്പ് ചെയ്ത് ഓതന്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ തുറക്കുന്നു. ക്വിക്ക് ഫിൽട്ടർ ബോക്സിൽ ജെഡികെ ടൈപ്പ് ചെയ്യുക. ഓപ്പൻ jdk-6-jdk എന്ന ഒരു പാക്കേജ് കാണാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. വരുത്തേണ്ട മാറ്റങ്ങൾ കൺഫേം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ടു ബെ ഇൻസ്റ്റോൾഡ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റോളേഷന് കുറച്ച് നിമിഷങ്ങൾ എടുക്കുന്നു. ഇപ്പോൾ ഓപ്പൺ jdk-6-jdk ഓപ്ഷൻ പച്ച നിറത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഇൻസ്റ്റോളേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇൻസ്റ്റോളേഷൻ ഉറപ്പുവരുത്താം. അതിനായി Ctrl-Alt-T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. ഞാൻ നേരത്തെ തന്നെ ഇവിടെ ടെർമിനൽ തുറന്നിട്ടുണ്ട്. കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ സ്പേസ് -version ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ജെഡികെയുടെ വെർഷൻ നമ്പർ കാണപ്പെടുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷന് അനുസരിച്ച് നിങ്ങളുടെ വെർഷൻ നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കാം. അതായത് നമ്മൾ ജെഡികെ വിജയകരമായി ഇൻസ്റ്റോൾ ചെയ്തു കഴിഞ്ഞു. ഒരു ലളിതമായ ജാവ പ്രോഗ്രാം റൺ ചെയ്ത് അത് പ്രവർത്തിക്കുന്നോ എന്ന് നോക്കാം. നേരത്തെ തന്നെ കോഡ് testprogram.java എന്ന ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ട്. കമ്പൈൽ ചെയ്ത് കോഡ് റൺ ചെയ്യട്ടെ. ഈ കോഡ് ടെർമിനലിൽ വി ഹാവ് സക്സസ്ഫുള്ളി റൺ എ ജാവ പ്രോഗ്രാം എന്ന് കാണിക്കുന്നു. ടെർമിനലിലേക്ക് തിരിച്ചു പോകാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. testprogram.java എന്ന ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് ഹോം ഡയറക്ടറിയിലാണ്. കൂടാതെ ഞാനിപ്പോൾ ഹോം ഡയറക്ടറിയിലാണ്. കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ സി സ്പേസ് testprogram.java ടൈപ്പ് ചെയ്യുക. ഇത് കോഡ് കമ്പൈൽ ചെയ്യുന്നതിനാണ്. എന്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ കോഡ് റൺ ചെയ്യാം. ജാവ സ്പേസ് ടെസ്റ്റ്പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് വി ഹാവ് സക്സസ്ഫുള്ളി റൺ എ ജാവ പ്രോഗ്രാം എന്ന് കിട്ടുന്നു. അതായത് നമ്മുടെ ഇൻസ്റ്റോളേഷൻ വിജയകരമായിരുന്നു. സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ജാവ എങ്ങനെ ഉപയോഗകരമാണ് എന്ന് ഇപ്പോൾ വിശദമാക്കാം. ജാവ ലളിതമാണ്. ജാവ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. ഇത് പ്ലാറ്റ്ഫോം
ഇൻഡിപെൻഡന്റ് ആണ്. ഇത് സുരക്ഷിതമാണ്. ജാവയ്ക്ക് ഉയർന്ന പെർഫോമൻസ് ഉണ്ട്. ജാവ മൾട്ടി ത്രെഡഡ് ആണ്. ജാവയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും നോക്കാം. JSP അതായത് ജാവ സെർവർ പേജസ്. ഇത് സാധാരണ HTML കോഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡൈനാമിക് ആയ വെബ് പേജുകൾ സൃഷ്ടിക്കാൻ JSP സഹായിക്കുന്നു. ജാവ ആപ്ലെറ്റ്സ് വെബ് ആപ്ലിക്കേഷന് ഇന്ററാക്റ്റീവ് ഫീച്ചേഴ്സ് നൽകുവാൻ ഇത് ഉപയോഗിക്കുന്നു. J2EE അതായത് ജാവ എന്റർപ്രൈസ് എഡിഷൻ. കമ്പനികൾ J2EE ഉപയോഗിക്കുന്നു. ഇത് XML സ്ട്രക്ചർഡ് ഡോക്യുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപകരിക്കുന്നു. ജാവ ബീൻസ് ഇത് റീയൂസബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്. പുതിയതും പരിഷ്കൃതവുമായ ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മൊബൈൽ ജാവ ഇത് മൊബൈൽ ഫോൺ പോലുള്ള എന്റർടൈൻമെന്റ് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇവിടെ പഠിച്ചത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് JDK ഇൻസ്റ്റോൾ ചെയ്യുന്നത്, ഒരു ജാവ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്നത്, ജാവ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ, ജാവയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.